ബാണാസുര ഡാമിന്റെ ടോപ്പിൽ നിന്നും കിടിലം വ്യൂവും അതേ കണക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഡാമിന്റെ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ വന്നിട്ടുള്ള വീഡിയോയിലുണ്ട്. മാക്സിമം നിങ്ങൾ അധികം കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ച് നേരെ ഞാൻ വരുന്ന നോക്കുമ്പോഴോ എയ്സൂട്ടിനെ വാപ്പിയാണെങ്കിലോ മരത്തിന്റെ കൊണ്ടിരുത്തി അവളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. അതിന്റെ സൈഡിലാണെങ്കിലും ഉമ്മയും വൈഫും ഒക്കെ ഫോട്ടോസും എല്ലാം എടുക്കുന്നത്. കാരണം ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ കിടില ഒരു ഏരിയ ആണ്. അങ്ങനെ ഞാൻ അതിന്റെ മണ്ടയിൽ ഒരു ചെറിയൊരു 360 വീഡിയോ എടുത്ത് കുറെ നേരം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങിയപ്പോൾ ബസ്സിലാണ്. കാരണം നടക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ബസ് സൗകര്യമുണ്ട്, 20 വരെ ഒരാൾക്കാവത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് നമ്മളെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ വന്നു. അവിടെ വന്ന് കുറെ നേരം വെയിറ്റ് ചെയ്ത് ബസ്സെല്ലാം വന്നു. തിരിച്ച് പിന്നെ ബസ്സിൽ കയറി താഴോട്ട് വന്ന വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തില്ല. അതിനുശേഷം താഴെ എത്തിയതിനു ശേഷം പോകുന്ന വഴിക്ക് ഒരിടത്ത് ഇറങ്ങി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ചു പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കയറി പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് തിരിച്ച് അവിടെ നിന്ന് പിന്നെ നേരെ പോയെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിയിലാണ്. ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിന്റെ കാഴ്ചയുണ്ട്. കാരണം എന്ന് വെച്ചാൽ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഒരു സ്റ്റാൻഡിൽ അധികം കിട്ടിയാൽ നമ്മളെ ഏരിയയിലൊന്നും അങ്ങനെ കണ്ടല്ലോ. പിന്നെ വയലിന്റെ മനോഹരമായ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീടും അതേ കണക്ക് ലക്ഷറി വണ്ടികളൊക്കെ കിടക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് അതിന്റെ ചെറിയ വീഡിയോ എല്ലാം എടുത്ത് നേരെ പാലം കയറി കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനാണ് മെയിൻ റോഡ് എത്തിയത്. മെയിൻ റോഡിലെത്തി നേരെ ഒരു വിടക്കം വിട്ട് എങ്ങോട്ടാണെന്നല്ലേ പറയാം. നേരെ പോയ ഒഴിക്കോ നല്ലൊരു ചായക്കട ഉണ്ട്. അവിടെ കയറി നല്ല ചൂട് ചായയും മലബാർ പപ്സ് ഐറ്റംസും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കഴിച്ച് തിരിച്ചു പിന്നെ നേരെ ഞങ്ങൾ വണ്ടി കയറി. ഞാനപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാന്ന്, വേറൊന്നുമല്ല. നേരെ സുൽത്താൻ ബത്തേരി എത്തിയതിനു ശേഷം അവിടുന്ന് നേരെ ഞങ്ങൾ മുത്തങ്ങ കാട്ടിലേക്കാണ് കയറിയത്. കാരണം എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് അത്യാവശ്യം ആനിമൽസിനെ എല്ലാം ഒന്ന് സ്പോട്ട് ചെയ്യാലോ എന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ പോയ കാര്യം അതേപോലെ തന്നെ നടന്നു. അങ്ങനെ ഞാൻ നേരെ വണ്ടിയുടെ സൺറൂഫും കയറി അതിന്റെ മുകളിൽ നിന്ന് വല്ല ആനിമൽസിനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ എടുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ക്രിയേറ്റ് അതിന്റെ തൊട്ട് പുറകെ അങ്ങനെ ആ വണ്ടിയുടെ ചെറിയ വീഡിയോ ഷൂട്ട് എല്ലാം എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിന്റെ ഏരിയ എത്തി, അതായത് ഫോറസ്റ്റിന്റെ അവിടെ ഇറങ്ങി. ഇതിനുള്ളിലേക്ക് നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂറോ 2 മണിക്കൂറാണ്ട് വരും. ജീപ്പിലും ഉണ്ട് ബസ്സിലും ഉണ്ട്. അങ്ങനെ അതിന്റെ റേറ്റ് അറിയാൻ വേണ്ടി ഞാൻ അവിടെ ഇറങ്ങി തിരിച്ചു വരുമ്പോഴത്തേനും ഫോറിനേഴ്സ് അവരുടെ ഒരു ഫാമിലിയും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞു തിരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വണ്ടിയിൽ കുറച്ച് മാക്സിമം പോകാൻ പറ്റുന്ന അത്രത്തോളം ഒന്ന് പോകാമെന്നും പറഞ്ഞ് നേരെ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ തൊട്ട് പുറകെ കൂടെ ഒറ്റക്കൊമ്പ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിക്കകത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേനും സൈഡിലൊക്കെ ആയിട്ട് മാനും അതിന്റെ കൂട്ടങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് കൂടെ സൺറൂഫിൽ കൂടെ കയറി ഒരു വീഡിയോ എടുത്ത് കുറെ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇതേപോലെ തന്നെ കൂടുതൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയത് മാങ്കൂട്ടങ്ങളെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആനയുടെ ഒരു എൻട്രി വന്നത്. ഞാൻ പിന്നെ കൂടുതലും സൺറൂഫിന്റെ മണ്ടയിൽ തന്നെയായിരുന്നു കുറെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി. അത്യാവശ്യം നല്ല തണുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുത്ത കാര്യം. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മുത്തങ്ങയുടെ അതിർത്തി കഴിഞ്ഞു തിരിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിന്റെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ മൈസൂര്, ബാംഗ്ലൂർ അങ്ങോട്ടുള്ള റോഡാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് ഞാൻ കുറച്ചു നേരം അകത്ത് ഇറങ്ങിയിരുന്നു. അത് പോകുന്ന വഴിക്കാണെങ്കിലോ അത്യാവശ്യം വീടുകളും ആൾക്കാരും താമസിക്കുന്ന ഒക്കെ ഏരിയ ഇതിന്റെ ഇടയ്ക്കുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു സൈഡിൽ കൂടെ നല്ലൊരു കാട്ടരുവി ഇങ്ങനെ പോകുന്ന എന്റെ സ്പോട്ടിൽ പെട്ടത്. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ മുത്തങ്ങ റോഡിലോട്ട് കയറി. അവിടെ നേരെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നേരെ കൽപ്പറ്റ ഞങ്ങൾ റൂമിലോട്ട് വിടുകയാണ്. മാക്സിമം നമ്മളെ വീഡിയോയും ചാനലിലും എല്ലാം സപ്പോർട്ട് ചെയ്യണം. ഇതേപോലുള്ള വീഡിയോ ഇനിയും നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.